നിങ്ങളൊരു ദിവസം മറ്റൊരാളായി ജീവിക്കേണ്ടി വന്നാലോ? നിങ്ങളുടെ സ്വന്തം പേരും ഐഡന്റിറ്റിയും മറക്കേണ്ടി വന്ന അങ്ങനെ ഒരാളാണ് രവീന്ദ്ര കൗശിക്. ഇന്ത്യയുടെ ഏറ്റവും ധീരനായ ചാരൻ. രാജ്യത്തിനായി തന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കിയ ഒരാൾ. ശ്രീ ഗംഗാനഗറിൽ ജനിച്ചൊരു സാധാരണ ആൾ. അഭിനയം ഇഷ്ടമുള്ള സ്വപ്നങ്ങളുള്ള ഒരു യുവാവ്. പക്ഷേ ഒരു സ്റ്റേജ് പ്രകടനം അവന്റെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചു. ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസി റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അവനിൽ കണ്ടത് ഒരു നടനെയല്ല, ആർക്കും ആവാൻ കഴിയുന്ന ഒരു മനുഷ്യനെയായിരുന്നു. അവനെ രഹസ്യമായി പരിശീലിപ്പിച്ചു. ഭാഷ, മതം, ജീവിത രീതി. അവസാനം അവനെ കാണാതായി. അവൻ പാകിസ്ഥാനിലേക്ക് കടന്നു. രവീന്ദ്രയായല്ല, നബി അഹമ്മദ് ഷാക്കിറായി. പുതിയ പേര്, പുതിയ ജീവിതവും. അവൻ പഠിച്ചു. പാകിസ്ഥാൻ ആർമിയിൽ ചേർന്നു. അവൻ അവരിലൊരാളായി മാറി. വർഷങ്ങളോളം ഇന്ത്യക്ക് രഹസ്യ വിവരങ്ങൾ അയച്ചു. ആയിരക്കണക്കിന് സൈനികരുടെ ജീവൻ രക്ഷിച്ചു. ഇന്ദിരാഗാന്ധി വരെ നേരിട്ടെത്തി പ്രശംസിച്ചു. അവർ അവനൊരു പേര് നൽകി, ബ്ലാക്ക് ടൈഗർ. പക്ഷേ എല്ലാ രഹസ്യങ്ങൾക്കും ഒരവസാനം ഉണ്ടാകും. ഒരു പിഴവ്, ഏജന്റിന്റെ പിടിയിലാകൽ. അവന്റെ യഥാർത്ഥ മുഖം പുറത്തായി. അവൻ പിടിക്കപ്പെട്ടു. ശത്രുരാജ്യത്ത് അങ്ങനെ ഒറ്റയ്ക്കായി. വർഷങ്ങളോളം ജയിലിൽ. പീഡനം, വേദന, സഹായമില്ല, അംഗീകാരമില്ല. എന്നാൽ അവൻ ഇന്ത്യയെ വഞ്ചിച്ചില്ല, ഒരിക്കൽ പോലും. 2001 ജയിലിൽ അയാൾ മരണപ്പെട്ടു. ഒരു ഹീറോയായല്ല, ഒരു മറന്നുപോയ മനുഷ്യനായി. ചില ഹീറോകൾ യൂണിഫോം ധരിക്കും, ചിലർ അവരുടെ ഐഡന്റിറ്റി തന്നെ ഉപേക്ഷിക്കും. രവീന്ദ്ര കൗശിക് ഇത് രണ്ടും ചെയ്തൊരാൾ.